ഏറെ അസ്വസ്ഥകരമായിട്ടുള്ള കാഴ്ചകൾ കൂടിയാണ് അവിടെ നിന്നും കാണുന്നത് എന്നുള്ളതാണ്. ആശുപത്രിയിലൊക്കെ ആളുകൾ തങ്ങളുടെ ജീവനറ്റ ഉറ്റവരെ ഒക്കെ വാരിപ്പുണർന്നുകൊണ്ട് കരയുന്നതും ആളുകളെ തേടി കരഞ്ഞ് നടക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും തമിഴ്നാടിനൊപ്പം രാജ്യം മുഴുവൻ കരയുന്നു. എല്ലാവരും ഈ ഒരു അതിദാരുണമായിട്ടുള്ള സംഭവത്തിൽ അനുശോചിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴേക്കാകും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ സംഭവ സ്ഥലത്തേക്ക് എത്തുക? മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ വരുന്നത്? തീർച്ചയായിട്ടും സ്വാതി, നമുക്ക് അറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം എത്തിയെന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിലിപ്പോൾ ഈ ദ്രുതഗതിയിലുള്ള സർക്കാരിൻ്റെ തീരുമാനമൊക്കെ നമ്മൾക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അത് വഴിവെച്ചിരിക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ചപ്പോൾ നമ്മളോടൊപ്പം സുജിചന്ദ്രൻ കൂടി അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്, ഒരുപക്ഷെ കാരൂർ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. DMK സംബന്ധിച്ചിടത്തോളം സെന്തിൽ ബാലാജിയുടെ ഒരു കോട്ടയാണ്. അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ആളുകൾ എത്തുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 10,000 പേർക്ക് വേണ്ടി ഒരു സ്ഥലം ചോദിച്ചുകൊണ്ടൊരു കത്ത് നൽകുകയും അതിന് അനുയോജ്യമായ സ്ഥലം അനുവദിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ TV ശ്രമിക്കുന്നുമൊക്കെയുണ്ട്. പക്ഷേ എന്താണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തണം. ഗൗതം, പ്രധാനമായിട്ട് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ബ്ലെയിമിങ് ഇപ്പോൾ തന്നെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് DMKയും TVKയും തമ്മിൽ വലിയ വാക്പോര് നടത്തുന്നുണ്ട്. കാര്യം ഈ TVK വലിയ തോതിൽ ആളുകളെ എത്തിക്കുന്നു. വിക്രവണ്ടിയിൽ ഒരാളെ എത്തിച്ചത്, അതിനുശേഷം മധുരയിൽ ആളെ എത്തിച്ചത്, ലക്ഷക്കണക്കിന് ആളുകൾ, എത്ര ലക്ഷം എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രധാനമായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിജയ് ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യക്ഷ പ്രകടനവുമായിട്ട് 7 ഘട്ടങ്ങളിലായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു വലിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. വിജയിയെപ്പോലെ ഒരു വലിയ താരം ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ അത്ര വലിയ ആൾക്കൂട്ടമാണ് ഇവിടേക്ക് എത്തുന്നത്. എത്ര പേരെ നിങ്ങൾ എത്തിച്ചു, എത്ര പേരെ ഞങ്ങൾ എത്തിക്കും എന്ന തരത്തിലുള്ള തർക്കമാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ദുബായിലുള്ള ഉദയനിധി സ്റ്റാലിനും അതേപോലെ വിജയും തമ്മിലും ഈ വാക്പോര് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ കരൂരിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അവിടെ DMKയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് വലിയ തോതിൽ അവർക്ക് ആളെ എത്തിക്കാൻ പറ്റി. ഇതിലിപ്പോൾ വന്നത് ലക്ഷക്കണക്കിന് ആളുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം ഗൗതം, ഈ കഴിഞ്ഞ ദിവസം എത്ര പേരെയാണോ തമിഴ്നാടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് DMK എത്തിച്ചത്, അതിനേക്കാൾ, കാരണം DMKയുമായിട്ടൊരു ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള രീതിയിലേക്ക് TVK ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നീങ്ങുകയാണ്. അതിൻ്റെ ഇരട്ടി ആളുകളെ ഞങ്ങൾക്ക് എത്തിക്കണം എന്നാണ് അവരുടെ വാശി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇവർ 10,000 പേരെ ആണ് അപേക്ഷ കൊടുത്തത്. 3 സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ ഒരു സ്ഥലത്തിന് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് പെർമിഷൻ കിട്ടിയതെന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടേക്ക് എത്തിയത് ഒരുപക്ഷെ വളരെ വലിയ സംഖ്യ ആളുകളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആളുകൾ ഒരു ഭാഗത്തു നിന്ന് ഈ വിജയിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി, ഇദ്ദേഹം ഒരു താര ശരീരം കൂടിയാണല്ലോ, വരുന്നു, കുഴഞ്ഞു വീഴുന്നു, അവരുടെ മേലേക്കൊരു ബൈക്ക് വീഴുന്നു എന്നാണ് കേൾക്കുന്നത്. കുറച്ച് ആളുകളുടെ മേലേക്ക് ആ ബൈക്ക് വീഴുന്ന ആളുകളുടെ മേലേക്ക് ഒരു 10 പേര് വീഴുന്നു, അതിന് മേലേക്ക് 100 പേര് വീഴുന്നു. എക്സാഗ്രേഷൻ അല്ല, അത്രയധികം ആളുകൾ അവിടേക്ക് എത്തി. അവിടെയാണ് ഈ ഒരു പ്രശ്നം നിൽക്കുന്നത്. അതായത് വിജയ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നടക്കുന്നുണ്ട്, ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. 28-29 മിനിറ്റൊക്കെ ആകുമ്പോൾ ആ യൂട്യൂബ് സ്ട്രീമിങ്ങിൽ തന്നെ കാണാം. താഴെ അതായത് ഈ കാരവാൻ്റെ മുകളിലേക്ക് വിജയ് കയറി നിൽക്കുകയാണ്. താഴെ ഇങ്ങനെ ഈ സ്റ്റാമ്പേഡ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ ഫെയിൻ്റായി വീഴുന്നു. കൊച്ചു കുട്ടികളടക്കം വിജയെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഇത് മൊത്തം TVKയിൽ ആശയപ്രചോദിതരായിട്ട് വന്നിട്ടുള്ള അവരുടെ കേഡേഴ്സോ മാത്രമല്ല, ഇത്രയും വലിയൊരു താരത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ കൂടി അവിടെ എത്തുന്നുണ്ട്. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ വിജയ് തന്നെ മേലെ നിന്ന് പറയുന്നുണ്ട്, അവർക്ക് വെള്ളം കൊടുക്കൂ, ആംബുലൻസ് വിളിക്കൂ, പോലീസിനെ വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വിജയുടെ വലിയൊരു ദീനാനുകമ്പയായിട്ടല്ല ഞാൻ പറയുന്നത്. അത്രയും വലിയ ആളുകൾ അവിടെ കൂടുന്നതിൽ ഒരു കൃത്യമായിട്ട് ആളുകളെ സംഘടിപ്പിക്കാൻ ആ സംഘടനാ സംവിധാനം പരാജയപ്പെട്ടു ഉള്ളപ്പോൾ തന്നെ ഈ സാഹചര്യം രൂപപ്പെട്ടത് ഇങ്ങനെയാണ്. എന്നിട്ട് വിജയ് തന്നെ വെള്ളക്കുപ്പികൾ എടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് കൈമാറുന്നുണ്ട്. അപ്പോൾ എന്താ, ഒരു താരം തൊട്ട വെള്ളക്കുപ്പി എന്നൊക്കെയുള്ള രീതിയിൽ, ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അവിടേക്ക് ആളുകൾ കമിഴ്ന്നടിച്ച് മുകളിൽ വീഴുകയാണ്. ഏറ്റവും താഴെയുള്ളവർ ദാരുണമായിട്ട് ഇതിൻ്റെ അടിയിൽ പെട്ടുപോവുകയാണ്. അങ്ങനെയാണ് അവിടെ ശരിക്കും സംഭവിച്ചത്. മറ്റൊരു കാര്യം, ഈ സ്ഥലം സെന്തിൽ ബാലാജിയുടെ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഭയങ്കര സ്ട്രോങ് ഹോൾഡായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ TVK ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത്രയധികം ആൾക്കാരെ അവിടേക്ക് എത്തിക്കണമെന്ന് അവർക്കൊരു വാശിയുണ്ട്. അങ്ങനെ ഒരു വാശിയും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് അറിയോ, ഇത്രയും വലിയ ആൾക്കാരെ ഇവിടേക്ക് എത്തിക്കുമ്പോൾ അതിനനുസരിച്ചൊരു സംഘടനാ സംവിധാനം ഈ TVKയ്ക്കില്ല. താരതമ്യേന പുതിയ പാർട്ടിയാണ്. അതിന് ഇപ്പോൾ മറ്റ് സംഘടനകൾക്കുള്ളതുപോലെ മാവട്ട ചേലാർ, അതിൻ്റെ താഴേക്കുള്ള വിവിധ തൊകുതികൾ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ നിന്ന് വരുന്ന ഈ അല്ല ആളുകൾ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള സംഘടനാ ഫ്രെയിംവർക്ക് കാര്യമായിട്ട് ഇതിനില്ല. ഇദ്ദേഹം തന്നെ മധുര സമ്മേളനത്തിൽ പറഞ്ഞെന്താ, ഈ 236 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി ഞാൻ തന്നെയായിരിക്കും, താഴെ ഇവർക്ക് സ്ഥാനാർത്ഥികളില്ല. ആരാണ് ഈ സ്ഥലത്തെ അവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ തമിഴ്നാട്ടിലെ ചാനലുകളുടെ അടക്കം പ്രതിനിധികളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് പ്രാദേശികമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു അറിയപ്പെടുന്ന ലീഡേഴ്സ് ഇല്ല. അതുകൊണ്ട് അറിയപ്പെടാത്ത ഒരു കൃത്യമായ ലീഡർഷിപ്പ് ഇല്ലാതെ വന്ന ഈ താരത്തെ കാണാനടക്കം എത്തിയ വലിയ ആൾക്കൂട്ടം. അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് ടിവിക്ക് കാണുന്നത് ഈ ആരാധക സംഘടനകളാണ്. അല്ല, അതാണ് ഈ ടിവിക്കയുടെ ആരാധക സംഘടന, ശക്തമായ ആരാധക ഫ്രെയിംവർക്കൊക്കെ അതിനുണ്ട്. പക്ഷേ അവർ രാഷ്ട്രീയക്കാരല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏതൊരു റാലിക്കും, ഇപ്പോൾ ജയലളിതയുടെ റാലിയാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ തൊട്ട് ഇങ്ങോട്ട് ഉള്ള അണ്ണാദുരൈയുടെ കാലം മുതലാണെങ്കിലും അല്ലെങ്കിൽ മുപ്പനാറേക്കോ ഏതൊക്കെ കരുണാനിധി ആരുടെയൊക്കെ കാലം മുതലാണെങ്കിലും, സീമാനായിക്കോട്ടെ, ഇപ്പോഴത്തെ തിരുമാവളവനായിക്കോട്ടെ, ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. ഇവരുടെയൊക്കെ റാലികൾക്ക് വളരെ വലിയ സംഖ്യ ആളുകളെ എത്തിക്കുന്നതാണ് അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി തന്നെ. ഇത്രയും വലിയ ആളുകളെ എത്തിക്കുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഫ്രെയിംവർക്ക് ഈ പാർട്ടികൾക്കൊക്കെ തന്നെയുണ്ട്. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഈ ജയലളിതയാകട്ടെ കലഞ്ചറാകട്ടെ ഇങ്ങനെ വലിയ റാലികൾ ഇപ്പോൾ കോയമ്പത്തൂരിൽ വെച്ച് നടത്തുന്നു, അല്ലെങ്കിൽ പിന്നെ മറീനയിൽ വെച്ച് നടത്തുന്നു. ഇങ്ങനെയൊക്കെ നടത്തി കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഇതിൻ്റെ സുപ്രീം ലീഡേഴ്സായിട്ടുള്ള ഇവർ തന്നെ അവിടെ വന്നിട്ട് അനൗൺസ് ചെയ്യും, നിങ്ങളൊക്കെ തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തണം. കാരണം ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ഇത്രയും വലിയൊരു അപകടം അതിൻ്റെ പിന്നാലെ ഒരുപക്ഷെ വന്നേക്കാം എന്ന ഒരു ധാരണ തമിഴ്നാട് പൊളിറ്റീഷ്യൻസിനുണ്ട്. അതാണ് ശരിക്കും TVK നഷ്ടപ്പെട്ടു പോയത്, വിജയിന് നഷ്ടപ്പെട്ടു പോയത്. അയാൾ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ, ഇപ്പോൾ സ്റ്റാലിൻ എന്താ ചെയ്തത്? ഇന്ന് രാത്രിയിൽ എവിടെയുണ്ടായിരുന്ന സ്റ്റാലിൻ വീട്ടിൽ നിന്ന് പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയാണ്. അടിയന്തര യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി തന്നെ കരൂരിന് പുറപ്പെടുകയാണ്. അതേസമയം എന്താ ഇദ്ദേഹം ചെയ്യുന്നത്? തിരിച്ചിങ്ങോട്ട് പോരുകയാണ് അല്ലേ. ചാർട്ടേഡ് ഫ്ലൈറ്റിന് ഇന്ന് രാവിലെയാണ് വിജയ് അവിടേക്ക് വന്നത്. വിജയ് അവിടെ നിന്ന് ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റിന് കയറി ട്രിച്ചി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ചെന്നൈക്ക് പോരുകയാണെന്നാണ് അറിയുന്നത്. അത് ഒരു രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളും സീസൺഡ് പൊളിറ്റീഷ്യൻസും ഈ പുതുക്കക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് വേണം പറയാം. പക്ഷേ ദാരുണമായി ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ബ്ലെയിം ഗെയിമിങ് അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ ആ അർത്ഥത്തിലാണ് നമ്മളും അതിൻ്റെ ചുവട് പിടിച്ചിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഏറ്റവും ദാരുണമായ കാര്യം എന്താ പറഞ്ഞാൽ, ഇത്ര മനുഷ്യർ മരിച്ചുപോയില്ലേ അല്ലേ. 36 പേരുടെ മരണത്തിൽ നമുക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആദ്യഘട്ടത്തിൽ സംഭവിച്ചത്, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ 50 പേർ ഒരു തിക്കിലും തിരക്കിലും 50 പേർ ആശുപത്രിയിലേക്ക് എത്തിയെന്നുള്ളൊരു സാധാരണ വാർത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു പരിപാടിയിൽ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്തയായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് തുടങ്ങുന്നത്. അത് പിന്നീട് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വർത്തമാനം പറയുന്ന നിമിഷത്തിൽ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ദാരുണമായ കാര്യം, ഈ നമ്മുടെ മിനിസ്റ്ററുടെ തന്നെ MS മഹാസുബ്രഹ്മണ്യത്തിൻ്റെ തന്നെ ബൈറ്റിനകത്തുള്ളത് കുട്ടികളും സ്ത്രീകളും കൂടുതലായി ഈ പരിക്കേറ്റവരിൽ വരുന്നു. അതിനെക്കുറിച്ചുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും കുറച്ച് മുമ്പ് വന്ന വാർത്ത 2 കുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഇതിൻ്റെ ഉള്ളിൽ ആശുപത്രിക്കുള്ളിലുണ്ട് എന്നാണ്. അതിനുശേഷം വലിയ അപ്ഡേറ്റ്സ് ഇപ്പോൾ ആ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ വന്നിട്ടില്ല. ഒരുപക്ഷെ ദൗർഭാഗ്യകരമായി ഈ മരണപ്പെട്ടു പോയവരിൽ ആ കുട്ടികളുണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ അത്ര ഗുരുതരാവസ്ഥയിൽ നിന്നും മാറിയ ശുഭകരമായ വാർത്തയാണോ എന്നും അറിയില്ല. അതിൽ ആശ്വാസകരമായി തോന്നിയൊരു വാർത്ത, നമ്മൾ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത 9 വയസ്സുകാരി അഷ്മികയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതുപോലെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നു. കരൂർ ആശുപത്രിയുടെ മുമ്പിലത്തെ ആ സീനുകൾ ഇപ്പോൾ ഈ ഫീഡുകളിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞ് കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. സഹിക്കാൻ പറ്റില്ല. പലതും നമുക്ക് കാണിക്കാൻ കൂടി പറ്റാത്തത്ര ദാരുണമായ ദൃശ്യങ്ങളുണ്ട്. ഈ ശരീരങ്ങളുടെ മാത്രമല്ല, ബ്ലർ ചെയ്ത് കുറച്ച് വിഷ്വൽസ് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഈ തങ്ങളുടെ ഉറ്റവരും ഉടയവരും നമ്മൾ പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർത്തലച്ച് വിലാപത്തോടെ, തമിഴ്നാട്ടിൽ അവിടെ മനുഷ്യർ സ്വതവേ കുറച്ച് വോക്കലാണല്ലോ, അങ്ങനെ കരഞ്ഞിട്ട് ഈ ആശുപത്രിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൂട്ടമായിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000 ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയോ ഒരുപക്ഷെ വന്ന ഈ പരിപാടിയിൽ ഇപ്പോൾ എവിടെയൊക്കെ ആരൊക്കെയെന്നുണ്ട് അറിയണ്ടാവില്ല. മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കാണാതെ പോയിട്ടുണ്ടാവും, പരിക്കേറ്റവരുണ്ടാവും ആശുപത്രിയിൽ. അപ്പോൾ ഈ ബന്ധുക്കൾ ഇത്ര വലിയ ദുരന്തമല്ലേ, ഞങ്ങളുടെ ആളുകൾ ഇതിലുണ്ടോ എന്ന് അന്വേഷിച്ച് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം ഇതിൽ വാർത്തയുടെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് കൂടെ വരികയാണെങ്കിൽ, തിരുച്ചിറപ്പള്ളി
സേലത്ത് നിന്നും മറ്റുള്ള മെഡിക്കൽ സംഘങ്ങൾ എത്തി, ആംബുലൻസുകൾ, മെഡിക്കൽ സംഘങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങളല്ലേ ഫ്ലാഷ് ബ്രേക്കിംഗ് ഗ്രൂപ്പ്? അതെ അതെ തീർച്ചയായിട്ടും അതിൽ ബ്രീഫ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നാമക്കലിൽ നിന്നും സേലത്തു നിന്നുമുള്ള മെഡിക്കൽ സംഘങ്ങൾ കൂടി കരൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഈ സംഘങ്ങൾ പുറപ്പെട്ടതായിട്ടുള്ള വാർത്ത ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം കരൂർ ആശുപത്രിയിൽ മാത്രമായി ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അതുപോലെ 4 കളക്ടർമാരെ ഇതിന്റെ ഏകോപന ചുമതലയ്ക്ക് വേണ്ടി സ്റ്റാലിൻ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. മറ്റുള്ള വാർത്തകൾ ഇപ്പോൾ അതിൽ വന്നത് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ തന്നെ അരുണ സതീശൻ, അതായത് അതെ ജസ്റ്റിസ് അരുണ ജഗദീശന്റെ ജുഡീഷ്യൽ കമ്മീഷനാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് അപ്പോഴും നേരത്തെ സുജിത സൂചിപ്പിച്ചിടത്ത് തന്നെയാണ്, അതായത് നാമക്കലിൽ നിന്നും സേലത്തു നിന്നും സംഘങ്ങൾ എത്തുന്നു. ആദ്യഘട്ടത്തിൽ കരൂർ ആശുപത്രിയിലേക്ക് ഒരു 10-20 പേരെത്തുന്നു. ആ 10-20 പേരുടെ കാര്യം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അവരുടെ ചികിത്സയുടെ വാർത്ത വരുമ്പോൾ തന്നെ കരൂർ ആശുപത്രിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും രോഗികൾ എത്തിക്കഴിഞ്ഞു. അല്ല, അത് എന്താ ഇതിൻ്റെ സ്വഭാവം? ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മുടെ ന്യൂസ് തമിഴിലെ റിപ്പോർട്ടർ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാനിപ്പോൾ നമ്മുടെ ഫീൽഡിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താ പറയുക, ഇതൊരു കോർണറിൽ, അതും ഒരു ഭാഗത്ത് സംഭവിച്ച കാര്യമായിരിക്കും. അദ്ദേഹം നേരിട്ട് അവിടെ നിന്ന് അന്വേഷിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബൈക്ക് മറിഞ്ഞൊരു ആൾക്കൂട്ടത്തിനൊരു 3-4 പേർക്ക് മേലേക്ക് വീഴുകയാണ്. ഈ 3-4 പേർക്ക് മേലേക്ക് വീഴുന്നതിൻ്റെ മേലേക്ക് പിന്നെയും ആളുകൾ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം വീഴുന്ന 5 പേരാണെങ്കിൽ അതിൻ്റെ മേലെ 10 പേര് വീഴുന്നു. അത്രയും പേര് താഴെ ആയിപ്പോയില്ലേ? പിന്നെ വന്ന ആളുകൾ മറിയുമ്പോൾ എന്താ ഈ താഴെ ഉള്ള ആളുകൾ സ്റ്റാമ്പേഡ് യഥാർത്ഥ അർത്ഥത്തിൽ അവിടെ ശ്വാസം മുട്ടി വാരിയലും മറ്റും പൊട്ടി അല്ലെങ്കിൽ തലയ്ക്ക് ചവിട്ടൊക്കെ ഏറ്റ് മരണപ്പെടുകയാണ് ധാരണയായിട്ട് അല്ലേ? എന്തോ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ പുതിയതെന്തോ വന്നു തോന്നുന്നു അല്ലേ? നമ്മുടെ ഗ്രൂപ്പിനകത്ത് പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ നാമക്കൽ നിന്നുള്ള സേലത്തു നിന്നുള്ള സംഘം എത്തുന്നതോടൊപ്പം തന്നെ നിലവിൽ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി അനുശോചനം അറിയിച്ചിരിക്കുന്നു. പറഞ്ഞറിയിക്കാനാകാത്ത ദുഃഖം എന്നാണ് അദ്ദേഹം പറയുന്നത്. അമിത്ഷാ, ഏറ്റവും പുതിയ വാർത്ത ഇതാണ്, കേന്ദ്രമന്ത്രി അമിത്ഷാ സ്റ്റാലിനുമായും തമിഴ്നാട് ഗവർണറുമായും ഫോണിൽ സംസാരിച്ചു. ഗവർണറുടെ അനുശോചനക്കുറിപ്പ് കുറച്ചു നേരം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. സ്ഥിതിഗതികൾ അവർ വിലയിരുത്തുകയാണെന്നാണ് പറയുന്നത്. സീനിയർ പോലീസ് ഒഫീഷ്യൽ TVK ഫംഗ്ഷൻ, അതായത് ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പേര് വെളിപ്പെടുത്താതെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. നോ അറേഞ്ച്മെൻറ്റ്സ് മെയ്ഡ് ഫോർ ഡ്രിങ്കിങ്, അതായത് ഇവർക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യം പോലും ഏർപ്പെടുത്തിയിരുന്നില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വളരെ ദൂരെ നിന്ന് അവിടേക്ക് ചേർന്നിരുന്നു. ഒരു ഓപ്പൺ ഗ്രൗണ്ട് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അവിടെ ഒരു സേഫർ പ്ലേസ്, ഒരു മീറ്റിംഗ് നടത്താനുള്ള, ഇത്ര വലിയ ക്രൗഡിന് വന്നു ചേർന്നൊരു മീറ്റിംഗ് നടത്താനുള്ള ഒരു സുരക്ഷിതമായ സ്ഥലമല്ല അത്. ഓർഗനൈസേഷൻ ഡിഡ് നോട്ട് എഗ്രി ദ സജഷൻ, അതായത് ഇത്ര വലിയ ആൾക്കൂട്ടം വന്നു ചേരാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ കുടിവെള്ളം ഏർപ്പെടുത്തിയിരുന്നില്ല. അതാണ് ഈ സ്ട്രീമിങ്ങിൻ്റെ 22ാമത്തെയും 23ാമത്തെയും മിനിറ്റിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, താഴെ സ്റ്റാമ്പേഡ് നടക്കുകയാണ്, അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ആ കാരവനിൽ എത്ര കുപ്പി വെള്ളം, എത്രായിരം മനുഷ്യരാ, അവിടേക്ക് 5-6 കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കുന്നതിൽ ഒരു അപകടമുണ്ട്. ഇത് എറിയുന്നതാരാ? പ്രധാനപ്പെട്ട ഒരു താരമാണ്. അവിടെ ഈ ഒരു വാച്ചിന് വേണ്ടിയും ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ വലിയ അല്ലേ ആൾക്കൂട്ടം, അങ്ങനെ ഒരു താരാരാധനയുടെ ഒരു വലിയ സ്ഥലം കൂടിയാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടി ആളുകൾ അവിടെ സൂചിപ്പിച്ചപോലെ തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ അതായത് ഈ അനുമതി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ 10,000 പേരാണ് ഇവർ പ്രതീക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. അതിലും 10,000 വെച്ചിരിക്കുന്നത്. അതായത് ഈ 3 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ സ്ഥലങ്ങളുടെ പേരുകൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതിലൊന്നാണിത്. ആ പ്രദേശത്ത് ചുറ്റുവട്ടത്തായിട്ട് തന്നെ അതിൽ വളരെ താമസിച്ചാണ് അനുമതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പക്ഷേ ഈ യോഗത്തിൻ്റെ അവസാനം തന്നെ ഇദ്ദേഹം വിജയ് സംസാരിക്കുന്നുണ്ട്. പോലീസ് അധികാരികൾക്ക് നന്ദി പറയുന്നുണ്ട് അല്ലേ? അതായത് ഈ കാവൽത്തുറ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് അവിടുന്ന് നമുക്ക് യാത്ര ചെയ്ത് ഈ സമ്മേളന സ്ഥലം വരെ എത്താൻ കഴിഞ്ഞത്. പോലീസുകാരില്ലായിരുന്നെങ്കിൽ ഇത് പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അണ്ണാമലൈയുടെ പ്രസ്താവന മറ്റൊന്നാണ്. അതായത് ഇപ്പോൾ തിമുക DMK ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചാൽ അവിടെ എല്ലാ ഫെസിലിറ്റിയും എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കും. ഇവർക്കൊന്നും അത് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിമിംഗ് കൂടി അപ്പോഴും തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുള്ളത്, അതായത് ഈ പര്യടനത്തിൻ്റെ ആദ്യഘട്ടം നമുക്കറിയാം, തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നു, രണ്ടാമത് തിരുവാരൂരിലെത്തുമ്പോൾ ഇത് വലിയ റാലിയായി മാറുന്നു. കോടതി ഇടപെടുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിജയിൻ്റെ ഈ ക്യാമ്പയിനെ കോടതി വളരെ സസൂക്ഷ്മം നോക്കുന്നുണ്ട്. അതായത് ഈ
അതും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണതിൽ. അത് താമസിച്ചെത്തുന്ന പ്രേക്ഷകർക്ക് നമ്മളിത് പറയുന്നത് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരല്ലെങ്കിൽ, കാരണം ഇതൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലല്ലോ ഇദ്ദേഹം. ഇവർ DMK ആവട്ടെ, ADMK ആവട്ടെ, MDMK ആവട്ടെ, അവിടുത്തെ മറ്റ് സംഘടനകൾ ഏതെങ്കിലും ആകട്ടെ, TVK ആകട്ടെ, ഇവർക്കൊക്കെയുമുള്ള സംഘടനാ സംവിധാനം, ഈവൻ അവിടുത്തെ ചെറിയ സംഘടനാ പാർട്ടികളായിട്ട് CPI ഓ CPM ഒക്കെ ആവട്ടെ, ഇവർക്കൊക്കെ പോലും CPIയുടെയും CPMൻ്റെയും ഒക്കെ ഒരു പരിപാടിക്ക് പോലും 10,000-കണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. ആളുകളെ പരമാവധി എത്തിക്കുക, ശക്തി പ്രകടനം കാണിക്കുക എന്നുള്ളത് തമിഴ്നാട് അരസിയലിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ എത്തിക്കുന്ന ആളുകളുടെ അറേഞ്ച്മെൻറ്റ്, അവരുടെ മാനേജ്മെൻറ്റ്, അവരുടെ സുരക്ഷ, ഇതിനൊക്കെ അതാത് കക്ഷികൾ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഈ വാഹനങ്ങളിലും മറ്റും 10,000, 5,000, 10,000 വാഹനങ്ങളിലൊക്കെ വരെ വിക്രവണ്ടിയിൽ ഇത് തന്നെ എത്രയാ 10,000-10,000 വാഹനങ്ങൾ, വലിയ പാർക്കിംഗ് ഗ്രൗണ്ട്, 500 ഏക്കറോ അല്ലേ, 500 ഏക്കർ സ്ഥലം, 500 തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, 500 ഏക്കർ എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും ഒരു വലിയ സമ്മേളന സ്ഥലമായിരുന്നു. അവിടേക്ക് ആൾക്കാരെ എത്തിക്കുകയും മടക്കുകയും ഒക്കെ ചെയ്തതാണ് ഇവർ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സംഭവിക്കുന്നത് തുടർച്ച, അത് ഒരു ദിവസത്തെ പരിപാടിയാണ്. ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഇവർ ഇതിൻ്റെ ഈ കണക്കൂട്ടലുകൾ നടത്തിയത് എത്രയാ, ഒരു മാസം കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഈ ഒരു ദിവസത്തെ പരിപാടി നടത്തിയത്. പക്ഷേ ഇതിപ്പോൾ 7 ഘട്ടങ്ങളിലായിട്ട് ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടത്താൻ ഉള്ള ശേഷി ഈ ഒരു സംഘടനാ സംവിധാനത്തിനില്ല. വിജയിനെ കൊണ്ട് അത്, അല്ലെങ്കിൽ വിജയുടെ TVK എന്നുള്ള സംഘടന, അതിന് ഏറ്റവും മേലെ തട്ടിൽ വിജയ് എന്നൊരു ലീഡർ അല്ലാതെ, ഇപ്പോൾ സിവിൽ സർവീസിൽ നിന്നോ മറ്റോ ഇറങ്ങി വന്നിട്ടുള്ള 1-2 പൊളിറ്റീഷ്യൻസ് അല്ലാത്ത ആൾക്കാരല്ലാതെ, 1-2 സ്ത്രീകൾ മുഖങ്ങളൊക്കെ അല്ലാതെ, ഇതിന് താഴെ തട്ടിൽ ഇത്ര വലിയ സംഖ്യ മനുഷ്യരെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സംഘടനാ സംവിധാനം അതിനില്ല. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു വിശദാംശം കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഈ പരിപാടി നടന്ന കരൂരിലെ പരിപാടി നടന്ന സ്ഥലത്തിന് 1,20,000 സ്ക്വയർ ഫീറ്റാണ് ആ സ്ഥലത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. അതിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന പേര് 60,000 നിൽക്കാൻ. അതെ, പരമാവധി നിൽക്കാൻ കഴിയുന്ന ആൾക്കാർ ഈ ഗ്രൗണ്ടിൽ 60,000 പേരാണ്. ഇത് വിജയുടെ TVK അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ കൊടുത്ത ഒരു അനുമതി ആവശ്യപ്പെട്ട് കൊടുത്ത് 10,000 പേരെ ഞങ്ങൾ, അത് ഇദ്ദേഹത്തിന് തന്നെ അറിയില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് അറിയില്ല ഈ TVK നേതാവ് വിജയ് അവിടേക്ക് ചെല്ലുമ്പോൾ എത്രമാത്രം ആളുകൾ അവിടേക്ക് വരും എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം ഇതുമായി ചേർത്ത് വയ്ക്കേണ്ടത്, അതായത് ഈ പരിപാടികൾ നടക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് അതുള്ളത്. അതായത് തിരുവാരൂരിലെ പരിപാടിക്ക് ശേഷം കർശനമായ നിബന്ധനകളാണ് നൽകിയത്. പ്രത്യേകിച്ച് 25 നിബന്ധനകൾ TVKക്ക് നൽകുവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രമേ അനുമതി നൽകുകയുള്ളൂ. ആ നിബന്ധനകൾ പാലിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് തുടർന്ന് 3ാം ഘട്ട പര്യടനത്തിലേക്ക് കടക്കുന്നത്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ കോടതിയും ഇടപെടുന്നത്. കോടതി കൃത്യമായിട്ട് ഇതിനെ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലത്തെ തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാമ്പയിൻ സംബന്ധിച്ചിട്ടുള്ള കോടതിയുടെ ഇടപെടലുകൾ തന്നെ ശ്രദ്ധിച്ചാൽ ഈ ഇത്ര വലിയ ക്രൗഡ് മാനേജ്മെൻറ്റിനെ ഈ സംവിധാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്നുള്ള തരത്തിൽ കോടതി 1-2 വട്ടം ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വമില്ലായ്മയും ക്രൗഡ് മാനേജ്മെൻറ്റിലെ പിഴവുമാണ് ഇതിലുണ്ടായത്. ഇതിന് വിജയ് ഏതായാലും ഉത്തരം പറയേണ്ടി വരും. അദ്ദേഹത്തിന്